ഇന്ന് പകൽക്കാലം സിസ്റ്റർ ഷീജ ജോസ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. തന്റെ ജീവിതത്തിന്റെ ബാല്യകാല സ്മരണകളും തന്റെ ജീവിതത്തിൽ എങ്ങനെ കർത്താവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതും തന്റെ ജീവിതത്തിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും തനിക്ക് പറഞ്ഞ് നമ്മളോട് ദൈവനാമത്തെ മഹത്വീകരിപ്പാനുണ്ട്. താന് ജയിലറകളിൽ കിടന്ന തന്റെ ജീവിത അനുഭവങ്ങൾ ധാരാളം നമുക്ക് പറഞ്ഞ് നമ്മൾക്ക് നമ്മുടെ അനുഭവങ്ങളെ ഉറപ്പിക്കുവാനുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സാക്ഷ്യ കൂടാരം എന്ന വചനദീപ്തിയുടെ പ്രോഗ്രാമിലേക്ക് കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം കേൾക്കുവാൻ വളരെ താല്പര്യപൂർവ്വമായിരിക്കുകയാണ്. തന്റെ ദാസി ഇപ്പോൾ ഇവിടെ റെക്കോർഡിങ്ങിലാണ്. അതുകൊണ്ട് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വചനദീപ്തി കൂട്ടായ്മയിലെ സാക്ഷി കൂടാരത്തിൽ കടന്നു വന്ന് ദൈവത്തിന്റെ ഒരു സാക്ഷിയായി തീരുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഒരു അവസരം ഒരുക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യമായി ബീന തോമസ് ആന്റിയെ നന്ദി പറയുന്നു. തുടർന്ന് അതിലുപരി ആദ്യം തന്നെ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എന്റെ ജീവിതത്തിൽ ഇതുവരെയും ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയാനായിട്ട് ദൈവം ഇങ്ങനെ ഒരു അവസരം ആന്റി ഒരുക്കി തന്നല്ലോ, അതിനായി നന്ദി പറയുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാന് ഒരു ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ ചെറുപ്പകാലങ്ങളില് എനിക്ക് എന്റെ വീട്ടിലെന്ന് പറഞ്ഞാല് എന്റെ ഫാദർ, മദർ, ഞങ്ങൾ 5 മക്കളാണ്, 3 പെണ്ണും 2 ആണും. ചെറുപ്പത്തിലെ എനിക്ക് എന്റെ ഫാദർ എന്നും കുടിച്ചു വരുന്ന ഒരു പതിവുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ജീവിതത്തിലെ ഒരു സമാധാനം ഇല്ലായിരുന്നു. കുടിച്ചു വന്ന് ചിലപ്പോ ഓർക്കാപ്പുറത്തായിരിക്കും ഒരു കാര്യമില്ലാതെ മാതാവിനെ അടിക്കുമായിരുന്നു. അടിച്ച് പിന്നെ അടിച്ചടിച്ച് പിന്നെ അമ്മയ്ക്ക് അസുഖമായി അച്ഛൻ തന്നെ കൊണ്ടുപോയി വന്ന് അടിച്ചാലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആഹാരത്തിന് ഒന്നിനും മുട്ടില്ലായിരുന്നു. എല്ലാം കൊണ്ടുവന്ന് തരുകയൊക്കെ ചെയ്യും, പക്ഷെ ഭവനത്തിൽ സമാധാനം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ 16ാമത്തെ ഞാനൊരു 5 തൊട്ട് 7 വരെ ഞാനൊരു CS കാത്തലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പഠിക്കുമ്പോൾ ഞാൻ മാതാവിന്റെ പ്രാർത്ഥന അങ്ങനെ ഒരു സ്ലിപ്പ് മാതാവും യേശുവിനെ എടുത്തിരിക്കുന്നൊരു ഫോട്ടോ ഉള്ള ഒരു പ്രാർത്ഥന കുറിപ്പ് എനിക്ക് ലഭിച്ചു. അങ്ങനെ ആ പള്ളിയിൽ പോയി ചിലപ്പോഴൊക്കെ ഞാൻ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹൈസ്കൂളിൽ പോയപ്പോ അവിടെ പ്രാർത്ഥിക്കാനും ഇതില്ല. ഒരു പള്ളി ആ സ്കൂളിന്റെ മുന്നിലുണ്ടെങ്കിലും കൂടി അവിടെ പ്രാർത്ഥിക്കാനൊന്നും പോയിരുന്നില്ല. പിന്നെ അങ്ങനെ ദൈവത്തിൽ നിന്ന് അങ്ങനെ ആ പ്രാർത്ഥന അങ്ങോട്ട് വിട്ടു. പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, പെന്തക്കോസ്ത് അമ്മച്ചി. അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പോവുമായിരുന്നു. അമ്മച്ചി എനിക്ക് നല്ല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ അമ്മച്ചി എന്നെ ഉപദേശിച്ച് തരുമായിരുന്നു. അങ്ങനെ എന്റെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാനൊരു യൂത്ത് ക്യാമ്പിന് കടന്നു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഞാൻ ഒരു വിഷയത്തിന് തോറ്റു. പിന്നെ ആ വിഷയം എഴുതിയെടുത്ത് പിന്നെ അത് എഴുതുന്ന സമയത്താണ് എൻ്റെ പിതാവ് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാനിടയായി. വീട്ടിലാണെങ്കിൽ എൻ്റെ മൂത്ത സഹോദരൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇരിക്കുന്ന സമയം ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ എൻ്റെ മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് പ്രസവത്തിന് കൊണ്ടുവന്ന സമയം എനിക്ക് ജോലിയില്ല. എനിക്കാണെങ്കിൽ അന്ന് 16 വയസ്സുണ്ട്. എൻ്റെ ഇളയ ആങ്ങളയ്ക്ക് അന്ന് 14 വയസ്സുണ്ട്. ആ സമയങ്ങളിലാണ് പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. അമ്മയാണെങ്കിൽ എന്നും ജോലി. ഈ സാഹചര്യത്തില് പിതാവ് മരണപ്പെട്ടപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് എൻ്റെ മൂത്ത ആങ്ങള എൻ്റെ പിതാവിനെ ഈ കള്ള് ചെത്തുന്ന ഒരു ജോലിയായിരുന്നു. ആ കള്ളിച്ചത്തിന്റെ ആ ജോലി
അങ്ങനെ പഠിച്ചിരിക്കുന്ന ആളാണ്. എന്റെ ഈ അച്ഛന്റെ പെങ്ങള് ഈ ഓഫീസില്, ഈ കള്ളിന്റെ ഒരു ഓഫീസ് ഉണ്ട്, ആ ഓഫീസില് ജോലി ചെയ്യുന്ന ആ, ആളാ. അപ്പൊ ആള് വിചാരിച്ച എന്റെ മൂത്ത ആങ്ങൾക്ക് ജോലി കൊടുക്കുമായിരുന്നു. പക്ഷെ ആ ജോലി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ആങ്ങള ഈ അച്ഛന്റെ ജോലി, പന ചെത്തുന്ന ആ ജോലി ഏറ്റെടുക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഈ മൂത്ത ആങ്ങള പിന്നെ ഭയങ്കര കുടിയനായി മാറി. ഈ കള്ള് ചെത്തി കൊണ്ടുവന്ന ഷാപ്പിൽ കൊണ്ടുകൊടുക്കാന് തികയില്ല. പുള്ളിക്കാരൻ കുളിച്ചതിന്റെ ശേഷം എല്ലാം കൊണ്ടുകൊടുക്കണം. അങ്ങനെ ഒരു കുടിയനായി മാറിയപ്പോ ഒരു വാശിക്ക് എടുത്തതായിരുന്നു ആ പണി. മറ്റേ ജോലി കൊടുത്തില്ല, അങ്ങനെയുള്ള ഒരു ഇതിലാണ് അങ്ങനെ ചെയ്തത്. പിന്നെ എല്ലാവരും പറഞ്ഞു അവനെ വിവാഹം നടത്തി കൊടുക്കുകയാണെങ്കിൽ അവന്റെ ഈ കള്ളുകുടി എല്ലാം മാറും എന്ന് പറഞ്ഞ് എല്ലാവരും നിർബന്ധിച്ച് അങ്ങനെ ഇരിക്കുമ്പോ അവന്റെ കല്യാണം, അവന്റെ ആങ്ങൾക്ക് അങ്ങനെ ഒരു കല്യാണ ആലോചന വന്നപ്പോ അതങ്ങനെ നട നടത്തി കൊടുത്തു. അങ്ങനെ ഒരു 6 മാസത്തോളം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടാവും. പിന്നെ വീട്ടിൽ വേറെ വരുമാന മാർഗ്ഗം ഇല്ല. എന്റെ രണ്ടാമത്തെ ചേച്ചിയാണെങ്കിൽ ഒരു കമ്പനിയിൽ പോകുന്നുണ്ട്. അന്ന് തുച്ഛമായ ഒരു ശമ്പളമാണ് അവൾക്ക് കിട്ടിയിരുന്നത്. അപ്പൊ അതുകൊണ്ടൊന്നും നമ്മുടെ കുടുംബം കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ ദൈവത്തിന്റെ കരുണ ആ, ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ വെച്ചാല് എന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ആര് ആ റോട്ടിൽ കൂടെ കടന്നു പോവുകയാണെങ്കിലും വീട്ടിൽ എന്താ വെച്ചിരിക്കുന്നെങ്കിൽ അവരെ ആഹാരം കഴിക്കുന്ന സമയമാണെങ്കിൽ അവരെ വിളിച്ച് വരുത്തി ആഹാരം കൊടുക്കുന്ന ഒരു സ്വഭാവം എന്റെ പിതാവിനുണ്ടായിരുന്നു. ആഹ് അത് കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ പട്ടിണി എന്താണെന്ന് അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും വിധത്തില് കർത്താവ് ഓരോ സമയങ്ങളിൽ ഞങ്ങൾക്ക് അന്ന് പിന്നെ ഞങ്ങള് യേശുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിലും ദൈവം അതെല്ലാം ദൈവം അതെല്ലാം കണക്ക് വെച്ച് അതെല്ലാം ഞങ്ങളെ പട്ടിണി ഇടാതെ ദൈവം പോറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു യൂത്ത് ക്യാമ്പിന് കടന്നു പോയിട്ടുണ്ട്. ഞാനും എൻ്റെ കൂടെ എൻ്റെ തറവാട്ടിലെ ഒരു സഹോദരിയും കൂടിയാണ് പോയത്. പക്ഷെ ഞാൻ മാത്രമാണ് ഈ യഥാർത്ഥത്തിൽ യേശുവിനെ അറിഞ്ഞ് യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കി ഈ ദൈവകൃപയിൽ വന്നത്. അവരാരും ഇതുവരെയും വന്നിട്ടില്ല. എന്റെ കുടുംബത്തിലും ഇതുവരെ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. എന്താ വെച്ചാല് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങള് കടന്നുപോയ ആ കഷ്ടതയില് ഞങ്ങൾക്ക് വേണ്ടി ഈ ദൈവജനം ഒത്തിരി ഈ ലോകമെമ്പാടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായാണ് ഞങ്ങൾ ജാമ്യം ലഭിച്ച് ഞങ്ങൾ പുറത്തിറങ്ങാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രാർത്ഥിച്ച എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ടൈപ്പ് പഠിക്കാമെന്ന്. അങ്ങനെ ടൈപ്പ് ലോവറും ഹയറും എല്ലാം പഠിച്ചു. പഠിക്കാനായിട്ട് ആ സമയങ്ങളിൽ പൈസ ഇല്ലായിരുന്നെങ്കിലും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ എന്നോട് പറഞ്ഞു പഠിക്കാൻ പോക്കോ, ഞാൻ ഫീസ് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പഠിക്കാനൊക്കെയും ഇടയായി. അങ്ങനെ പഠിച്ച് നിൽക്കുമ്പോഴാണ് ലോവറും ഹയറും എല്ലാം പഠിച്ച് മലയാളം ലോവർ എടുത്തിരിക്കുന്ന സമയത്താണ് എനിക്ക് അവിടെ അടുത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കുടുംബമുണ്ട്. അവര് സെയിൽ ടാക്സിന്റെ പ്രൈവറ്റ് ആയിട്ട് ഇരുന്ന് കണക്ക് എഴുതുന്ന ഒരു ഓഫീസ് ഉണ്ട് അവർക്ക്. അപ്പൊ ഞാൻ അവരോട് ചെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി സെയിൽ ടാക്സിന്റെ കണക്കെഴുത്ത് ഞാൻ അവിടെ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എവിടേക്കും പോവില്ലായിരുന്നു, അമ്മയുടെ കൂടെ അല്ലാതെ എവിടേക്കും പോവില്ലായിരുന്നു. ഇളയ മോളായ കാരണം അങ്ങനെ എവിടേക്കും വിടില്ലായിരുന്നു. അവിടുന്ന് ഒരു അരമണിക്കൂർ നടന്ന് എനിക്ക് പോകണം ഈ ഓഫീസിലേക്ക്. അവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോവുക, അത്രയുള്ള ദൂരത്തിൽ മാത്രമുള്ള തനിച്ചുള്ള യാത്ര ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വചനോത്സവം മാസിക എന്റെ കയ്യിൽ കിട്ടി. അവിടെ ഒരു സഹോദരി കൊണ്ടുവന്ന് അങ്ങനെ കോട്ടയിൽ പോയിട്ട് അവിടെ കോട്ടയിൽ ആശ്രമത്തിൽ പോയി ഞാൻ അവിടെ ധ്യാനം കൂടിയിട്ടുണ്ട്. അവിടെ നിന്നില്ല, അവിടെ പകല് ആ പ്രാർത്ഥന അറ്റൻഡ് ചെയ്ത് കടന്നു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അതിൽ ഞാൻ ഈ റേഡിയോ പ്രോഗ്രാം യേശു വിളിക്കുന്നു എന്നുള്ള റേഡിയോ പ്രോഗ്രാം കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് സിലോണിന്ന് ഉള്ള ഒരു പ്രക്ഷേപണമായിരുന്നു അത്. ആ സമയങ്ങളിൽ ഞാൻ യേശു വിളിക്കുന്നു എന്നുള്ള ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ റേഡിയോ ഓൺ ചെയ്ത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ ആ വചനം എല്ലാം കേട്ട്
എനിക്ക് നല്ല സമാധാനം ആ സമയങ്ങളിൽ എനിക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഒരു ദിവസം അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. ആ സമയങ്ങളിലാണ് പിന്നെ ഞാൻ ഈ വചനോത്സവം എനിക്ക് കിട്ടാനായിട്ട് ഇടയായത്. അങ്ങനെ ഈ വചനോത്സവം അവിടെ പോയി ഞാൻ പ്രാർത്ഥന കൂടി. പിന്നെ എന്റെ മാതാവിനും കൂട്ടി ഞാൻ എന്റെ മൂത്ത രണ്ടാമത്തെ ചേച്ചിയും കൂട്ടിയിട്ട് ഞാന് അവിടെ പോയിട്ട് പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ എന്റെ മാതാവിനെ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷെ ഈ വചനോത്സവം അല്ല, ഈ പോട്ട ആശ്രമത്തിൽ പോയി അവിടെ പ്രാർത്ഥന കൂടിയതിന്റെ ശേഷം പിന്നെ ഒരിക്കലും എന്റെ മാതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് വന്നിട്ടില്ല. പക്ഷെ അത് എനിക്ക് മാത്രം അതാ വെളിപ്പാട് വെളിപ്പാടെന്നല്ല, അത് എനിക്ക് മാത്രം അത് മനസ്സിലായിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് അമ്മേനെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ ഞാനത് എന്റെ ചേച്ചിയോട് ഞാൻ പിന്നെ ഇപ്പൊ ഈ സമയങ്ങളിലെല്ലാം ഞാൻ പറയാറുണ്ട് ആ കാര്യങ്ങളെല്ലാം. ചേച്ചിയൊന്നും പിന്നെ വിശ്വാസത്തിലൊന്നും ഇല്ല, എന്നാലും പ്രാർത്ഥിക്കാനൊക്കെ പറയും. അങ്ങനെയുള്ള വിശ്വാസമുള്ളൂ. അങ്ങനെ ഈ ഈ പ്രീ ഡിഗ്രി ഈ കണക്കെഴുത്തിന് പോയി. പിന്നെ അങ്ങനെ അവിടെ ഒരു 10 വർഷത്തോളം ഞാൻ അവിടെ കണക്കെഴുത്തിന് അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ആ ഓഫീസില്. പിന്നെ അതിന്റെ ഇടയ്ക്കാണ് എനിക്ക് കയ്യിന് വേദന വന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അലോപ്പതി കാണിച്ചു, ആയുർവേദം കാണിച്ചു, പിന്നെ ഹോമിയോ അങ്ങനെയുള്ള എല്ലാം കാണിച്ചു. അലോപ്പതി കാണിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഈ രോഗം മാറില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഇനി ഈ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ രോഗിയായി തീർന്നാല് പിന്നെ ഞാൻ എങ്ങനെ ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഞാൻ വന്നു. എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ വീടിന്റെ അടുത്ത് അമ്മച്ചി പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചില് പ്രൈസ് ലോർഡ് പാസ്റ്റർ. ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നുണ്ട്, ഷീജ അവിടെ പോയിട്ട് പ്രാർത്ഥന കൂടു. ആ അപ്പൊ വീട്ടിൽ നിന്ന് പോവാനുള്ള പെർമിഷൻ ഒന്നും കിട്ടില്ല, ആ വീട്ടുകാരെ കുഴപ്പമില്ല, അറിയാതെ ചെയ്യാ. പോകും. അങ്ങനെ ഒരു സിസ്റ്ററെ ദിവസം ഞാൻ എന്ത് ചെയ്ത്, വീട്ടുകാരെ അറിയാതെ ആ ജോലിക്ക് പോകുന്ന ആ സമയത്ത് കുഴപ്പമില്ല. ഞാൻ അവിടെ ആ പോയി ഫാസ്റ്റിംഗ് പ്രയറിന് കൂടി. പിറ്റത്തെ അതെ, ദിവസം ഞാൻ അവിടെ നല്ല രാത്രിയില് മഴയും നല്ലൊരു ദൈവദാസനം കാര്യങ്ങളൊക്കെ. വരുന്നു പറഞ്ഞ് അമ്മയും കൂട്ടിയിട്ട് ഞാൻ ഉം. ഈ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവിടെ വെച്ചിട്ട് ദൈവം എനിക്ക് സൗഖ്യം തന്നു. ആ അപ്പൊ ഞാൻ വേഗം എത്തി വിചാരിച്ചു എത്തി. എന്റെ ആ. ജീവിതത്തിൽ ഞാൻ മരിക്കാനായിട്ടിരുന്ന വ്യക്തിയായി. ഇനി ഓ ഈ എനിക്കൊരു ആ ജീവിതം സിസ്റ്റർ. തന്നത് ഓഹോ, ഓക്കെ. ഭർത്താവാണ്. അതുകൊണ്ട് ഞാൻ ഓക്കെ. എന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് ഓ പറഞ്ഞ് ഓ ഞാൻ ശരി. ആ യേശുവിന് വേണ്ടി ജീവിക്കും എന്നുള്ളൊരു തീരുമാനം ഞാൻ അവിടെ എടുത്തു. പിന്നെ ഞാൻ ഈ കോട്ടയിൽ പോയിട്ട് ഞാൻ അങ്ങനെ ഒരു എന്തോ. തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഞാനിനി ശരി പാസ്റ്റർ. അമ്പലത്തിൽ ആ പോവില്ല, പൊട്ട് തൊടില്ല, അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്ത് ഇരുന്നു. പിന്നെ അവിടുന്ന് ദൈവം എന്നെ, ഞാൻ വചനം വായിക്കുകയോ ബൈബിള് വായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നിനും വീട്ടില് ഞങ്ങൾക്ക് ആം, ഇതില്ല, അനുവാദമില്ല. അങ്ങനെ ആയാലും ഞാൻ എന്ത് ചെയ്യാ, വെള്ളിയാഴ്ച തന്നെ ഉപവസിക്കും. എന്തിനാ ഉപവസിക്കുന്നെന്ന് എനിക്കറിയില്ല. രാത്രി വരെ ഞാൻ ആഹാരമൊന്നും കഴിക്കില്ല. പിന്നെ ഈ ജോലി കഴിഞ്ഞിട്ട് ചെന്നിട്ട് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കും. അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്റെ മൂത്ത ചേച്ചിയുടെ ഏട്ടൻ അറിഞ്ഞില്ല. അപ്പൊ അമ്മോട് പറഞ്ഞു, അവളിങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ അവളുടെ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവത്തെ വിളിച്ചത് കൊണ്ട് എന്റെ വിവാഹം നടന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പോവാതെ ഒന്നും ഇരുന്നില്ല, ഞാൻ പോയി തുടങ്ങി. പിന്നെ ഈ ചർച്ചിൽ പോയി തുടങ്ങി. പിന്നെ സൺഡേയിൽ ആരാധനയ്ക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോ പ്രശ്നങ്ങളായി. അപ്പൊ പിന്നെ എന്റെ ചേച്ചിയുടെ ഏട്ടനൊക്കെ പറഞ്ഞ അവള് ആരാധനയ്ക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് എന്റെ ആങ്ങളെ സമ്മതിച്ചു. പിന്നെ ഒരു ദിവസം പൊക്കോളാം ഉള്ള ഓർഡർ കിട്ടി. അങ്ങനെ സൺഡേയിൽ ആരാധനയ്ക്ക് പോയി. അപ്പൊ അമ്മ പറഞ്ഞു, ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ടെന്ന് കുഴപ്പമില്ല, പക്ഷെ നീ ആ കലക്കവെള്ളത്തിൽ മുങ്ങാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞു ഇനി ഞാൻ മുങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ ഞാൻ വീട്ടുകാരെ അറിയാതെ ഞാൻ സ്നാനപ്പെട്ടിരുന്നു. ഞാൻ വചനത്തിൽ ഉറക്കുന്നതിന് മുന്നേ അവിടുത്തെ ദേവദാസിനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നു, കാരണം അവിടെ സ്നാനം നടക്കുന്നുണ്ട്. അപ്പൊ ഓ, എനിക്കും തോന്നി സ്നാനപ്പെടാൻ വേണ്ടി. അങ്ങനെ ഞാന് അവിടെ സ്നാനപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. സ്നാനപ്പെട്ടു പറഞ്ഞു
അപ്പൊ ഞാൻ നമ്മോട് പറഞ്ഞു അങ്ങനെ ആരോടും പറയില്ലെന്ന് പറഞ്ഞ് പിന്നെ എങ്ങനെയോ എന്റെ ആങ്ങള അറിഞ്ഞ് ഒരു വീട്ടില് അടുത്തുള്ളവരെല്ലാം അവനെ വിളിച്ചു കൊണ്ടുപോയി മദ്യം വാങ്ങി കൊടുത്ത് വീട്ടില് പറഞ്ഞു തീർക്കായി എനിക്ക്. അങ്ങനെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു. പിന്നെ അവിടെ നിർത്താനും അവർക്ക് പേടി. അങ്ങനെ അവിടുത്തെ ദേവദാസൻ ട്രാൻസ്ഫർ ആയി പോയി. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത വിധത്തിലായപ്പോ പിന്നെ അവര് എന്നെ ഇവിടെ ആത്മീയാത്ര ലേക്ക് കൊണ്ടുവരാം. എന്നെ ഇവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ വേറെ പാസ്റ്റർ ആയിരുന്നു. ആ പാസ്റ്റർക്ക് അറിയില്ല ഞാൻ എങ്ങനെ ഇവിടെ വിശ്വാസത്തിൽ കടന്നു വന്നൊന്നും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എന്താ വെച്ചാല് ഞാൻ സൺഡേയിൽ പോയി പെട്ടെന്ന് ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകണം. വീട്ടിലേക്കൊന്നും അവർക്ക് വരാനും പെർമിഷൻ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. അങ്ങനെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ അങ്ങനെ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ ജോലിക്ക് പോവാന്നും പറഞ്ഞ് പിന്നെ ഇറങ്ങേണ്ടതായിട്ട് പിന്നെ വന്നു. ആദ്യം ഞാൻ ഇറങ്ങി പോയി എന്നെ ഇവര് ഒരു തോമിൽ നിർത്തി. അവിടെ നിന്ന് പിന്നെ എന്റെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോയി നിൽക്കേണ്ട അവസ്ഥ വന്നു. അവിടെ നിന്നിട്ടാണ് പിന്നെ എന്നെ വീട്ടിലേക്ക് വീണ്ടും അവര് കൊണ്ടുവന്ന് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് എന്റെ ആങ്ങളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരുവല്ല പോവുക, എനിക്കിങ്ങനെ അവിടെ പഠിച്ച അവിടെ ജോലി കിട്ടുമെന്നും പറഞ്ഞു. പിന്നെ എവിടെ പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോരുക പിന്നെ ചെയ്തത്. അപ്പൊ കർത്താവിന്റെ വചനം പഠിക്കണം, അങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകണം എന്നുള്ള തീരുമാനത്തോടെ അല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് വചനം പഠിക്കണം. ഞാൻ വീട്ടിൽ നിന്നാൽ ഞാനും നശിക്കും, എന്റെ കുടുംബവും നശിക്കും. അങ്ങനെയുള്ള ഒരു ഭാരം എന്നിലൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ കർത്താവിന്റെ വചനം പഠിക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ വചനം പഠിക്കാൻ പോയത്. അങ്ങനെ ആത്മീയാത്രയിൽ ഞാൻ വചനം പഠിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുന്നു. വചനമൊന്നും എനിക്ക് ഇവിടെ നിന്ന് ചർച്ചിൽ നിന്നൊന്നും വചനം കേട്ട് അങ്ങനെ എന്റെ ഹൃദയത്തിൽ അത് പതിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് വചനം പഠിച്ചപ്പോഴാണ് വചനെല്ലാം കേട്ട് ഞാൻ രക്ഷിക്കപ്പെടുന്നു. അല്ല, ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും നല്ല നല്ലവരാണ് ഈ എന്നൊക്കെയുള്ള ചിന്താഗതിയായിരുന്നു. എല്ലാം പവിത്രമാണ് എന്നൊക്കെ ചിന്താഗതിയായിരുന്നു. പക്ഷെ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒത്തിരി പാഠങ്ങളിലൂടെ പഠിച്ചായിരുന്നു. പ്രതികൂലങ്ങളെ വീട്ടിലേക്ക് പോവാൻ പത്രയും അല്ല, കൊച്ചു കൊച്ചു പിള്ളേരാണ് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ 32ാമത്തെ ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. അതുവരെ അങ്ങനെ ഒരു സ്നാനപ്പെട്ടതിന് ശേഷം എനിക്ക് കാര്യം വന്നു പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി. പഠിച്ച് കഴിഞ്ഞ് പിന്നെ 2 വർഷം അവിടുത്തെ പഠനം കഴിഞ്ഞപ്പോ ആ പഠിക്കേണ്ട സമയങ്ങളിലൊന്നും എനിക്ക് ശ്രദ്ധിക്കുവാനോ അങ്ങനൊന്നും ശരിക്കും എനിക്ക് പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് എന്നും അസുഖം, പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നുപോയി. എന്നെ പിന്നെ വീട്ടിൽ 2 മനസ്സ് പോലൊക്കെ ആയി വീട്ടിൽ പോകണം അങ്ങനത്തെ ഒക്കെ ഒരു വല്ലാത്തൊരു പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ദൈവം എന്നെ അവിടെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഒരു ദിവസം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായി ഇടയായി. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന്. അങ്ങനെ പിന്നെയും ഈ രോഗം വന്നപ്പോഴൊക്കെയും പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ജയമെടുക്കാനായിട്ട് ഇടയായി. പിന്നെ അവിടെ ഇരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് ദൈവവചനം വായിക്കുവാനും അതുപോലെ അത് ഗ്രഹിക്കുവാനൊക്കെയും ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടെ ആ കോഴ്സ് കഴിഞ്ഞ് ഞാൻ എവിടെ പോകും, എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോകും എന്നുള്ള ചിന്ത എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ അവിടെ ആത്മീയത്ര ഫോളോ അപ്പ് മിനിസ്ട്രിയിൽ എനിക്ക് അവിടെ ഡാറ്റ എൻട്രിയുടെ വർക്ക് ചെയ്യാനായിട്ട് അവര് എന്നെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അതിന് ഫലമായി ഞാൻ അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് മാസത്തിൽ ഞാൻ ഒരു കത്ത് അയക്കുമായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്.
അപ്പൊ അമ്മയ്ക്ക് വായിക്കാൻ അറിയില്ല. അമ്മ അടുത്ത വീട്ടിലെ സഹോദരി അടുത്ത് ചെന്നിട്ട് അത് വായിക്കും. അപ്പൊ ഒരു ദിവസം ഇവരെന്ത് ചെയ്ത് ഈ സീൽ എവിടുന്നാണെന്ന് അവര് നോക്കിയിട്ട് അവര് കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു ദിവസം അമ്മയ്ക്ക് ഒരു സൈഡ് പാരലൈസ്ഡ് ആയി, നീ മരിക്കുന്നതിന് മുമ്പ് വന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ സഹോദരി എന്നെ ഒരു കത്തയക്കും. ആ സഹോദരി എനിക്കൊരു കത്തയച്ചു. അത് പ്രകാരം ഞാൻ വീട്ടിലേക്ക് കടന്നുപോയി. കടന്നുപോയപ്പോ ആഹ് അമ്മ ഇല്ല അവിടെ, അമ്മയും ആങ്ങളില്ല, നാത്തൂനും കൊച്ചുങ്ങളും ഉണ്ട്. ആ നാ- നാത്തൂന് മൂത്ത ഒരു കൊച്ചുള്ളൂ. ആ സമയത്ത് ഞാൻ വീട്ടിൽ കടന്നു ചെന്നപ്പോ ഇവര് ഡോക്ടറെ കാണിക്കാൻ പോയി, തിരിച്ചു വന്നപ്പോ എന്നെ കണ്ടത്. അങ്ങനെ എന്റെ ആങ്ങള പറഞ്ഞു, വെട്ടുകത്തി എടുത്തു വന്നിട്ട് ഞാൻ നിന്റെ കാല് വെട്ടിമുറിക്കുമെന്ന് പറഞ്ഞിട്ട് വെട്ടുകത്തി എടുത്ത് എന്നെ വെട്ടാനായിട്ട് ഓടി വന്നപ്പോഴാണ് എന്റെ ഉം, ബാംഗ്ലൂരിലുള്ള ചേച്ചിയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവ് ഭർത്താവ് ഇവിടെ നിന്ന് എങ്ങനെയോ ആ നേരത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ വെട്ടുകത്തി പിടിച്ചു മാറ്റാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഞാൻ അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോരുകയുണ്ടായത്. അമ്മയെ കണ്ട് തിരിച്ചു പോന്നു. ആ, പിറ്റേ ദിവസം വരെ എന്നെ അവിടെ നിർത്തി. പ്രശ്നമൊക്കെ ആയി, വഴക്കൊക്കെ ആയി. എങ്കിലും അവിടെ അടുത്തുള്ളവരൊക്കെ കടന്നു വന്നിട്ട് പറഞ്ഞു, അവളിപ്പോ അമ്മയെ കാണാൻ വന്നതല്ലേ, നീ ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം പറഞ്ഞ് അവരെ നിർത്തി. പക്ഷെ ചേച്ചിയുടെ ഏട്ടൻ പറഞ്ഞു, എന്നാ നീ ഇവിടെ നിൽക്കണ്ട, എന്റെ വീട്ടിലേക്ക് പോരെ, ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ നിർബന്ധിച്ചു. പക്ഷെ എന്നെ പിന്നെ അവിടെ തന്നെ നിർത്തി അവര്. ആ, ആ. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ നേരെ ഇവിടെ വന്നു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കും അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി. പിന്നെ ഞാൻ എല്ലാ മാസം അമ്മേനെ നോക്കാനായിട്ട് ശുശ്രൂഷിക്കാനായിട്ടും ആയിട്ടൊക്കെ പൈസ അങ്ങനെ അയച്ചു കൊടുത്തേക്ക്. അപ്പൊ പിന്നെ ആ പ്രതികൂലങ്ങളെല്ലാം മാറി. പിന്നെ ഞാൻ അമ്മേനെ ശുശ്രൂഷിക്കാൻ ശനിയാഴ്ച വരും, പിന്നെ തിങ്കളാഴ്ച ഞാൻ അല്ലെങ്കിൽ ആരാധന കഴിഞ്ഞിട്ട് ഞാന് ഇവിടെ ജോലി സ്ഥലത്തേക്ക് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ പ്രതികൂലങ്ങളിൽ എല്ലാം കർത്താവ് സഹായകനായിട്ട് കൂടെ ഇരുന്ന് ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ എന്നെ വളരെ മർദ്ദിക്കുവാനും എല്ലാം എന്റെ സഹോദരനിടയ്ക്ക് എന്റെ ബൈബിള് പിടിച്ചു കീറി ആ എല്ലാം കത്തിക്കുക അങ്ങനെയൊക്കെ ചെയ്തു ആങ്ങള്. അപ്പോ ആ സമയങ്ങളിലെല്ലാം എന്നെ ഉം, എനിക്ക് എന്തോ ഒരു ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവം അവിടെയെല്ലാം ദൈവം എന്നെ സഹായിച്ച് വിടുവിച്ച് രക്ഷിച്ച് അങ്ങനെ ഞാൻ ഈ പഠനം എല്ലാം പൂർത്തീകരിച്ച് പിന്നെ എന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ഞാൻ വിവാഹം സെക്കൻഡ് മാരേജ് കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഫസ്റ്റ് മാരേജിന്റെ കാര്യങ്ങളൊന്നും വന്നില്ല. ആരും അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാനില്ല. അങ്ങനെയൊക്കെ വന്നപ്പോ പിന്നെ എന്റെ ചർച്ചുകാരാണ് എന്നെ പിന്നെ എന്റെ വിവാഹം നടത്തി തന്നത്. പിന്നെ ഞങ്ങൾ വിവാഹം നടന്ന് 2011 ഞങ്ങളുടെ വിവാഹം നടന്ന് 2013 ഞങ്ങള് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ബീഹാറിന്റെ പ്രദേശത്തേക്ക് കടന്നു വന്നു. അപ്പോൾ 2011 വിവാഹം നടന്നപ്പോ പിന്നെ ഈ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ദൈവത്തിന്റെ വചനം കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നുള്ള ആ ദൈവത്തിന്റെ വചനം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. പിന്നെ ഈ 2013 ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ ഒരു വഴി ദൈവം ഞങ്ങൾക്ക് തുറന്നു തന്നപ്പോൾ ഞങ്ങൾ പോരുവാനിടയായി. അത് ഞങ്ങളുടെ വീടും സ്ഥലങ്ങളൊന്നും ആരെയും ഏൽപ്പിച്ചില്ലായിരുന്നു. മമ്മി അവിടെ അടുത്ത് ഞങ്ങൾ എഴുമറ്റൂര് താമസിക്കുന്നത്, മല്ലപ്പള്ളി എഴുമറ്റൂര്. പക്ഷെ ഇരുപേരൊരു മമ്മി താമസിക്കുന്നുണ്ട്. അപ്പൊ ആ മമ്മിയോട് പറഞ്ഞില്ലേ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, ചർച്ചിലും പറഞ്ഞില്ലേ. മദ്രാസിൽ അച്ഛൻ കുറച്ച് സമയങ്ങളിൽ ഇവിടെ സുവിശേഷ വേല ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ അവര് വിചാരിച്ചു ഇവിടെ ബീഹാറിനെ പോകുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മക്കളും അറിഞ്ഞത്, രണ്ടുപേരുണ്ടല്ലോ മക്കൾ, അവര് രണ്ടുപേരും അറിഞ്ഞത് അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഈ ജംസിന്റെ കൂടെയായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. മരിക്കുള്ളൂന്ന് ഡോക്ടർ വിധി എഴുതി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലും രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു. വയറ്റിൽ കത്തി കൊണ്ടൊരു കേസായിരുന്നു. അങ്ങനെ ആ ഇതിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. എന്തോ കർത്താവ് എനിക്ക് ധൈര്യം തന്നു. ഇത്
ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ധൈര്യം ദൈവം എനിക്ക് തന്നു. ദൈവം അവിടെ നിന്നൊക്കെ വിടുവിച്ച് ഞങ്ങൾ പിന്നെ ഇന്ത്യ മിഷനിലെ ബേബി സാറിനോട് ചോദിച്ച് ഞങ്ങള് ഇവിടെ വന്ന് മോത്തികാരിയിൽ ഞങ്ങള് അവിടെ കുറച്ച് നാള് ഞങ്ങൾ അവിടുത്തെ ഹോമിലെ പിള്ളേരെ പഠിപ്പിക്കുവാനും അതുപോലെ അവര് 6 മാസം അച്ഛൻ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അതിന്റെ ഇടയ്ക്ക് അച്ഛനെ പിന്നെ ഹെർണിയ വന്ന് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് വയറിന് പിന്നെയും ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അവര് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ നെറ്റ് ഇട്ടില്ലായിരുന്നു. അങ്ങനെ ആ നെറ്റ് പിന്നെ ഈ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് നെറ്റ് ഇടാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ അവിടെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് പിന്നെ ഫീൽഡിലെല്ലാം പോയി സുവിശേഷം അറിയിക്കുവാനും ഫിലിം കാണിക്കാനും അങ്ങനെ എല്ലാത്തിനും കടന്നുപോയി. സുവിശേഷ അവിടെ പലവിധമായ രോഗങ്ങൾ ഉണ്ടായി. അവിടെ നിന്നൊക്കെ ദൈവത്തെ വേല ചെയ്യാൻ ഇവിടെയായി. ഞങ്ങള് പിന്നെ ഞങ്ങൾക്ക് 2021 ഞങ്ങള് അവിടെ നിന്ന് ഞങ്ങള് സുപ്പോളിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് സുപ്പോളില് ഞങ്ങള് സുവിശേഷ വേല പോയ സമയത്ത് ഞങ്ങളൊരു വർഷമായിട്ടുണ്ടാവും. ആ സമയത്ത് അച്ഛനെ പിടിച്ച് അടിച്ച സമയത്ത് അതിനു മുന്നേ ഞങ്ങൾ ഇങ്ങനെ ഒരു ഞങ്ങളുടെ സോണൽ ലീഡറിനെ പറഞ്ഞു ഞങ്ങളെ പിടിച്ചു എന്നുള്ള കാര്യം അവിടെ അറിയിക്കാനായിട്ട് സഹായിച്ചു. പിന്നെ അവര് മൊബൈൽ എടുത്ത് മേടിച്ച് വെച്ചിട്ട് അങ്ങനെ അവിടെ അച്ഛന്റെ തല്ലി ബ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് പറഞ്ഞ അടിക്കല്ലേ, അസുഖമുള്ള ആളാന്നൊക്കെ പറഞ്ഞിട്ട് അവർ അടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവര് കാറിൽ കയറ്റി നിങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞ് കയറാൻ പറഞ്ഞു വണ്ടിയിൽ. അങ്ങനെ വണ്ടി കയറി പിന്നെ ഞങ്ങളുടെ റൂമിലെല്ലാം കൊണ്ടുപോയി. ഇത് ഒരു 60 കിലോമീറ്റർ ദൂരെ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ചെന്നിരുന്ന് അവര് പോകുന്ന വഴിക്കൊക്കെ പറഞ്ഞു 5 ലക്ഷം രൂപ തരികയാണെങ്കിൽ നിങ്ങളെ വിടാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 5 ലക്ഷം രൂപ പോയിട്ട് 5 പൈസ ഞങ്ങളുടെ കയ്യിൽ നമുക്ക് തരാം. അപ്പൊ നിങ്ങളുടെ ATM ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോ. ATM ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു ATM എന്റെ ബാഗിലുണ്ട്. അപ്പോ അവര് പറഞ്ഞ ബാഗ് തന്നെ ബാഗ് എല്ലാം ചെക്ക് ചെയ്തപ്പോ ATM അവർക്ക് കിട്ടി. ഞാൻ പറഞ്ഞ ATM നമ്പർ ചോദിച്ച നമ്പറും കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ 500 താഴെ പൈസ ഉള്ളൂന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവര് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി പറഞ്ഞു ഞങ്ങള് ഗംഗാനദിയില് വെള്ളം കുടിച്ച് ഞങ്ങളെ ബിന്ദുവാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ദൈവം ആത്മാവാന്ന് പറഞ്ഞു. ആത്മാവെന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ കസേരയ്ക്ക് തട്ടിയത്, പക്ഷെ എന്റെ കാലിന്റെ മേളിലെ കൊണ്ട് അങ്ങനെ ഞാൻ വീണില്ല. പിന്നെ പറഞ്ഞു ഈ അച്ഛനെ മുതുകത്ത് ഒരു ഇടിയും കൊടുത്തു. കൈ മടക്കി മുട്ടുകൊണ്ട് ഒരു ഇടി കൊടുത്തു. ഇനി പോയി നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന് ഈ ജനങ്ങളെ മതം മാറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടിക്കാനായിട്ട് ഇടയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ഈ മേഡത്തിന്റെ കഴുത്ത് കണ്ണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കഴുത്ത് മുറിക്കാനായിട്ട് കത്തിയിട്ട് വന്നപ്പോ അച്ഛൻ അവിടെ ഇരുന്നു. അപ്പുറത്തെ ഒരു കസേര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസേരയില് ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നു. അപ്പോ പറഞ്ഞു കഴുത്ത് മുറിക്കുന്ന പറഞ്ഞ കഴുത്തിന്റെ അവിടെ കത്തി വെച്ചപ്പോ ഞാനിങ്ങനെ ഇരുന്നു ഒരു ഉപ്പൂസിലും ഇല്ലാതെ. എന്താ ദൈവം എനിക്കൊരു ധൈര്യം തന്നു. കത്തി എടുത്ത് പിന്നെ അച്ഛൻ കരഞ്ഞപ്പോ മറ്റൊരു ചെറുക്കനുണ്ട്, ഒരു നല്ല ഒരു ദയവുള്ള ഒരു ചെറുക്കൻ. ആ ചെറുക്കൻ പറഞ്ഞു ഒന്നും ചെയ്യില്ല എന്നങ്ങനെ കണ്ണുകൊണ്ട് വിളിച്ചു. അതല്ല, ദൈവം എനിക്കൊരു ധൈര്യം തന്നു. അത് പ്രകാരം ഞാൻ പറഞ്ഞു ഇവൻ എന്താ ചെയ്യുന്ന അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ധൈര്യത്തിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ അവര് പോയി, വേറെ 2 പേര് പോയി ATM-ല് എല്ലാം ചെക്ക് ചെയ്തു വന്ന്. ATM-ല് ഞാൻ പറഞ്ഞ പൈസയേ ഉള്ളൂ. അപ്പൊ അവര് ബാഗിൽ തന്നെ അത് ഇട്ടു. ബാഗെല്ലാം അവരുടെ കയ്യിലാ. എന്നിട്ട് 200 രൂപ ഞങ്ങളുടെ കയ്യിലേ ഉള്ളൂ. അതും അവര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വഴിയിൽ വെച്ചിട്ട് ചിന്തിച്ചു ഭർത്താവ് 200 രൂപയേ ഉള്ളൂ, ബാക്കി ഈ പൈസ ഞങ്ങൾക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ തിരിച്ചു പോകാനൊന്നും ദൈവത്തിന്റെ കാര്യം എന്തോ പറയാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പറയാതെ ഇരുന്നു. ഞാൻ അറിയാത്ത പോലെ ഇരുന്നപ്പോ അവര് എന്റെ കഴുത്തിനെ പിടിച്ച് ഞെക്കിയപ്പോ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാതെ ഇരുന്നപ്പോ ഞാൻ അലറി കഴിഞ്ഞപ്പോ അതിലുള്ള ആൾക്കാർ പറഞ്ഞോട് ആ വിട്ടു, ഇത് ലേഡിയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ അവര് വിട്ടു. എന്റെ കഴുത്ത് 2 ദിവസം എനിക്ക് വെള്ളം ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. തൊണ്ടയ്ക്ക് ഭയങ്കര പ്രയാസമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് കടന്നുപോയി.
കുറച്ച് ദിവസം ഞങ്ങള് ഒരു 7:30 ആകുമ്പോ ഞങ്ങള് പോലീസിനെ ഏൽപ്പിച്ച് അവര് അതിന്റെ ഇടയ്ക്ക് walking സ്റ്റിക്ക് ഒക്കെ കൊണ്ടുവന്ന് അടിക്കും, എല്ലാം ചെയ്തു. പിന്നെ അവര് അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് ഞങ്ങള് 10,000 രൂപ കൊടുത്ത ഈ പാവപ്പെട്ട ജനങ്ങളെ ഈ മതം മാറ്റുന്നു എന്നൊക്കെ അങ്ങനെ പറയാൻ പറഞ്ഞ അവര് പറയാ അച്ഛൻ അത് ഏറ്റു പറയണം, പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടിക തലയ്ക്ക് പുറകിൽ വെച്ച് അതുപോലെ walking സ്റ്റിക്ക് കൊണ്ട് അങ്ങനെയൊക്കെ അടിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ ഞങ്ങളെ അവര് കൊണ്ടുപോയതാണ്. വൈകിട്ടായി 5 മണിയൊക്കെ ആയി ഈ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഒരു രക്ഷയില്ല, എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള അച്ഛൻ അടി കൊണ്ടിട്ട് പിന്നെ പിന്നെ പറയേണ്ടി വന്നു. പിന്നെ അതെല്ലാം ഈ മീഡിയയിലെല്ലാം വന്ന് അങ്ങനെ പിന്നെ ഞങ്ങള് പിന്നെ ഒരു 7:30 ആകുമ്പോ ഒരു 5-5:30 6 മണിയാകുമ്പോഴേക്കും അവര് പോലീസിനെ ഏൽപ്പിച്ച് പോലീസ് വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. ഞാൻ ചുരുക്കി പറയാം, അവിടുന്ന് പിന്നെ ഞങ്ങള് വീട്ടിൽ വന്നു. 2 ബസ് കയറി ഇറങ്ങിയാണ് ഞങ്ങള് വീട്ടിലെത്തിയത്. പിന്നെ ആ പൈസ 200 രൂപ അവര് ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ATM കാർഡ് അവര് തിരിച്ചു തന്നു. ഞങ്ങള് പിന്നെ ഇടയ്ക്ക് ഇറങ്ങി ഞങ്ങളുടെ ആ ATM-ലുള്ള ബാക്കി പൈസ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് വീട്ടിലെത്തിയപ്പോ ഞങ്ങളെ തെരഞ്ഞ അവിടുന്ന് ഇന്ത്യൻ മിഷൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്ന് കൊണ്ടുപോയി. പിന്നെ സോൺ ലീഡറിന്റെ അവിടെ അങ്ങനെ ഞങ്ങള് നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്ന് ഞങ്ങള് പിന്നെ എന്നാ തിരിച്ചു പോകുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നാട്ടില് ഞങ്ങളുടെ വീടും സ്ഥലമില്ല. ഞങ്ങളുടെ പപ്പ അത് തിരിച്ചെടുത്ത് വിറ്റു. ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഒന്നും തന്നില്ലായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോയപ്പോ ഞങ്ങൾക്ക് വീടില്ല. ഞങ്ങൾ ഓരോ ദേവദാസന്മാരുടെ വീട്ടിലാണ് നിന്നിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നില്ല എന്നുള്ള ഇതിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന നെൽപ്പാടം എനിക്ക് കാണിച്ചു തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ ഞങ്ങൾ ഇവിടെ ചെയ്തോളാം വേല എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോ യോഹന്നാന്റെ സുവിശേഷത്തെ 4-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് കണ്ടിട്ട് 35 തൊട്ട് ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോ ഞാൻ അങ്ങോട്ട് കരഞ്ഞു പോയി. അപ്പൊ എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ദുരിതരെ വെള്ളം വന്നു തുടങ്ങി. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്നാ കർത്താവ് ഞങ്ങൾക്ക് വേറെ വഴി ദൈവം തുറക്കുകയാണെങ്കിൽ നിങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ UP-യുടെ പ്രദേശത്തേക്ക് കടന്നു വന്നു. ഞങ്ങളൊരു 3 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ആരാധനക്ക് പോയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം എന്റെ ഹസ്ബൻഡ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കി ആ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ജയിലിൽ കിടന്ന കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങള് ആരാധനയ്ക്ക് കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. ഞങ്ങൾ ആരാധന നടത്തുന്ന ആ ഭാഗത്തേക്ക് കടന്നു വരുന്നൊക്കെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ മൊബൈല് മോഷണം പോയി, അതിനെ പോലീസ് പിടിക്കാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരു കള്ളന്മാരുടെ ഒരു ഏരിയ ആയിരുന്നു ആ ഗാവെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ വിളിച്ചാൽ ഓട്ടോക്കാർ വരില്ല. 100 രൂപ കൊടുത്താലും ഈ ഓട്ടോക്കാർ വിളിച്ചാൽ വരില്ല ആ ഭാഗത്തേക്ക്. അപ്പൊ ഞങ്ങൾക്ക് പേടി പിന്നെ ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ബൈബിൾ കൊടുക്കുന്ന വായിക്കാൻ അറിയില്ല അവർക്കൊന്നും. അതുപോലെ പുറത്തു പോയി സാധനം യാത്ര ചെയ്യുകയാണെങ്കിലും ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എല്ലാം ട്രാക്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈ UP-യിൽ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് എന്തോ കൊടുക്കാനായിട്ട് തോന്നിയില്ല. വല്ലാത്ത ഭയം പോലെ തോന്നി. പിന്നെ ഞങ്ങള് എന്ത് ചെയ്ത് ഇവിടെ പോലീസ് പിടിക്കുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ട്. ഇവിടെ ഒരു പച്ചപ്പൊക്കെ ഉള്ള ഒരു സ്ഥലം ഇങ്ങനെ കാണുന്നു. പിന്നെ ഈ നടപ്പാതയിലെ സൈഡിലെല്ലാം ഇഷ്ടിക വെച്ചതായിട്ടൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു കർത്താവ് ഇനിയും ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ അങ്ങനെ ചോദിച്ചു. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ജയിലിൽ പോയപ്പോഴാണ് ഇത് ജയിലിന്റെ ഉള്ളില് ആ ഒരു നടപ്പാതയാണെന്നും പിന്നെ മനസ്സിലായത്. ഇവിടുന്ന് പിന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്ത് അതിന്റെ ഇടയ്ക്ക് മധ്യപ്രദേശിൽ പോയപ്പോൾ ഞങ്ങളുടെ ആധാർ കാർഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് സാലറി
ഇതിലേക്ക് ബാങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അന്നൊരു സ്കൂളിൽ കയറി പഠിപ്പിക്കാനായിട്ട്. ആ സമയങ്ങളിൽ ഞങ്ങളുടെ ആധാർ കാർഡ് ചേഞ്ച് ചെയ്തു, അവിടുത്തെ അഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ മലയാളികളാ ചെയ്യുന്നതൊക്കെ പോയിരുന്നു, പിള്ളേരെ പഠിപ്പിച്ചിരുന്നു. അവിടെ പഠിപ്പിക്കുമ്പോ ബൈബിളും പഠിപ്പിച്ചായിരുന്നു. അപ്പൊ ഇവര് ഇത് കണ്ട വീട്ടിൽ വിട്ടു. പിറ്റേ ദിവസമാണ് പിന്നെ ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ ഇവര് ജയിലില് കൊണ്ടുപോകും. പിന്നെ ജയിലിൽ ചെല്ലുമ്പോ എനിക്കെന്തോ അത്ര ഭാരം തോന്നിയില്ല. എന്നാലും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഞാൻ ആ സ്വപ്നം കണ്ടത് പിന്നെ ദൈവത്തിന്റെ ഒരു പർപ്പസ് ആയിരുന്നെന്ന് ആ വഴി ഞാൻ ആ സ്വപ്നം കണ്ട ആ വഴി എല്ലാം ഞാന് അവിടെ ചെന്നപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ ചെന്നപ്പോ എനിക്കാണെങ്കിൽ അറിയില്ല, കുറച്ചൊക്കെ അറിയുള്ളൂ. പക്ഷെ പിന്നെ ഞാൻ അവരോട് അധികം ആരോടും അങ്ങനെ സംസാരിക്കും. അവിടെ ചെന്ന ആദ്യം നമുക്ക് കാണുന്ന ഒരു ഹോള് പോലെ, അവിടെ ഒരു ആശുപത്രി പോലെ നമുക്ക് ആദ്യം തോന്നും, ആശുപത്രി വാർഡ് പോലെ. എങ്ങനെ എല്ലാവരും താഴെ ഇങ്ങനെ തുണി വിരിച്ച് അവിടെ കിടക്കുന്നു ഒരവസ്ഥ. തണുപ്പല്ലേ, തണുപ്പില് പുതപ്പും എല്ലാം തന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവര് കുളിക്കാനൊക്കെ കുളിക്കാൻ തുണി ഇല്ലല്ലോ മാറാന്, വേറെ ആരുടെ തുണി വീഴ്ച പതിവുമില്ല. അങ്ങനെ ഞാൻ അവര് ഞങ്ങൾക്ക് തുണി കൊണ്ടുതരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ തുണിയെല്ലാം ഈ തണുപ്പിന്റെ തുണിയും ഉണ്ട്, അതിട്ട് പിന്നെ അടിയിലെ തുണിയെല്ലാം കഴുകി അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഞങ്ങൾക്ക് തുണിയെല്ലാം പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര ഇവര് ചെന്നെത്തി വിടുമ്പോ തന്നത് എന്താ വെച്ചാല് പ്രസാദം എനിക്ക് കൊണ്ടുവന്ന് തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പൊ പിന്നെ അവരെടുത്ത് കൊണ്ടുവന്ന ഇതൊന്ന് ഷെയർ ചെയ്തിട്ടാ പിന്നെ അവിടെ ചെല്ലുന്നവർക്ക് കൊടുക്കുന്നു. അപ്പൊ ആഹാരമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കിടന്നു. പിറ്റേ ദിവസം പിന്നെ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും നിങ്ങൾ പിന്നെ എങ്ങനെ വന്നെന്നൊക്കെ ചോദിച്ച് നമ്മൾ ഇങ്ങനെ വന്നെന്ന ഈ മതം മാറ്റം അങ്ങനെ കൺവേർട്ടഡ് മതം മാറ്റുന്നവരാണെന്ന് അറിഞ്ഞ ഇവര് നമ്മളോട് വളരെ പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇവരെല്ലാ ദിവസവും എൻ്റെ അടുത്ത് ഈ പ്രസാദമായിട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഓരോ വ്യത്യസ്ത ആൾക്കാരെ വേറെ വേറെ ആൾക്കാരായിട്ടാ കൊടുത്തു വിടുന്നത്. ഞാൻ കഴിക്കാനൊന്നും കഴിച്ചില്ല. ഞാൻ വേണ്ട വേണ്ട, ഞാൻ കഴിക്കില്ല, ഞങ്ങൾക്കത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ അവരോട് ഞാൻ പറഞ്ഞു. പിന്നെ അത് പറഞ്ഞാലും അവര് പിന്നെയും കൊണ്ടുവന്ന് തരുമായിരുന്നു. പിന്നെ ഈ അവിടുത്തെ അവിടെ പിന്നെ പല വിധത്തിൽ നമ്മളെ മാനസികമായിട്ട് നമ്മളെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ അവിടെ ഉണ്ട്. നമ്മള് 1 മണിക്കൂർ ഇരുന്ന് അവിടെ 3 മണിക്കൂർ ഇരുന്ന് അവര് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന 3:30, എനിക്ക് ഉറക്കയില്ലായിരുന്നു അവിടെ ചെന്നിട്ട്. എപ്പോഴും ആദ്യത്തെ ദിവസമാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് അപ്പൊ ഞാൻ വിചാരിക്കും അച്ഛനെ അവരടിക്കുന്നുണ്ടോ എന്നൊക്കെ, ഇങ്ങനെ ഭയങ്കര ഭയമൊക്കെ ആയിരുന്നു. പിന്നെ മനസ്സിലായത് ഞങ്ങൾ കിടക്കുന്ന ആ ഭാഗത്ത് കൂടെ ഒരു റോഡുണ്ട്, ആ റോഡിൽ കൂടെ ഈ ഗുഡ്സ് വണ്ടി പോകുന്നതൊക്കെയാണെന്ന് പിന്നെ മനസ്സിലായത്. ഈ നാഷണൽ ഹലോ ആന്റി കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കാം പറഞ്ഞു. ആ. 5 മണി വരെയുള്ള സമയമുണ്ട്, പറഞ്ഞു. വിവരിച്ച് പറഞ്ഞു. ജയിലിന്റെ അവസ്ഥയൊക്കെ ഒന്ന് എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കാം. കാരണം അതിനകത്ത് ആ അനുഭവങ്ങളൊക്കെ മനുഷ്യനെ അറിയണ്ടേ, അനുഭവിച്ച കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അപ്പൊ ദൈവം അവിടെ അതിനകത്ത് വിടിവിച്ച വിധങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്കെതിരെ അവരൊക്കെ ഒത്തൊരുമിച്ച് അവിടെ ഇരുന്ന് പാട്ടുപാടി കൈയടിച്ച് പ്രാർത്ഥനയും അവിടെ അവര് എന്താ പ്രാർത്ഥിക്കുന്നെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞാനും ആ സമയത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത്.
അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുമ്പോ പക്ഷെ നമ്മുടെ തലയ്ക്കൊക്കെ വന്നിട്ട് ഭയങ്കര അറ്റാക്കാണ്. എന്നാലും ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തില് അട്ടഹസിക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. അഭിനയിച്ചു പോകുന്നവരും അങ്ങനത്തെ സിറ്റുവേഷൻ രാത്രി നമുക്ക് ഞാന് പിന്നെ അതുപോലെ കൂടുതൽ രാത്രി രാവിലെ ഞാന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നാലും പിന്നെ ഞാൻ കഴിക്കാതെ, എന്താ വെച്ചാൽ എനിക്ക് പ്രാർത്ഥിച്ച് മുന്നേറാൻ പറ്റുന്നില്ല. ഇവരുടെ ഈ ശബ്ദങ്ങളൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട്. ദൈവശബ്ദമല്ല നമ്മളെ കേൾക്കുന്നുണ്ട്. പിശാച് ഓരോ ശബ്ദങ്ങള് ഓരോന്നും ഇങ്ങനെ കേൾപ്പിക്കുന്നു. അപ്പൊ യേശുവിനെ യേശു കർത്താവ് ഈ ഉപവാസം കഴിഞ്ഞിട്ട് പിശാച് പരീക്ഷിക്കാൻ പോയ പോലെ പരീക്ഷിക്കാൻ പോയപ്പോ വചനം പറഞ്ഞത് ഇതിൽ നിന്ന് ആ പരീക്ഷയിൽ നിന്ന് ജയിച്ചതുപോലെ ഞാന് ഈ വചനം പറഞ്ഞാണ് ഇതിൽ നിന്നെല്ലാം ഞാൻ അവിടുന്ന് വിടുതൽ പ്രാപിച്ചു. ഞാൻ കുളിക്കുമ്പോ അടക്കം എനിക്ക് അവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും മന്ത്രതന്ത്രങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ കുളിക്കാൻ നിൽക്കുന്നിടത്ത് അടക്കം നമ്മളെ ഞാൻ വീഴാൻ പോകുന്ന പോലത്തെ അവസ്ഥകളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ നെഹമ്യാവ് മതിൽ പണിയാനായിട്ട് ആയുധം ധരിച്ചിരുന്നു എന്നുള്ള ആ വചനം ഞാൻ ഓർക്കാനായിട്ട് ഇടയായിത്തീരുന്നു. ആ ശത്രുവിന്റെ ഇതിൽ നിന്ന് ഞാൻ ആ ജയമെടുക്കാനായിട്ട് ഇടയായിത്തീരുന്നു. അതുപോലെ ഞാനും പിന്നെ എനിക്ക് തോന്നി ഉപവസിച്ചാല ഇതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുക. ഞാൻ ഉപവസിക്കാൻ പാടില്ല അവിടെ നമ്മൾ ആഹാരം കഴിക്കണം എന്നാണ് നിർബന്ധം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് രാവിലെ ഞാന് പുഴുങ്ങി 3 ദിവസം, പിന്നെ 2 ദിവസം 3 ദിവസമായി ഈ നുറുക്ക് ഗോതമ്പ് അത് ഇച്ചിരി മധുരട്ടുണ്ടാവും പുഴുങ്ങിട്ട്. പിന്നെ ലേഡീസിന്റെ അവിടേക്ക് ഇത് വരും, ശർക്കര വരും. അപ്പൊ ഇതെല്ലാം എടുത്തു വെക്കും. എടുത്തു വെച്ചിട്ട് പിന്നെ ഞാൻ ഉച്ചയാകുമ്പോ ആഹാരം കിട്ടുമ്പോ അതിൽ കൂടെ ഞാൻ ഈ കടലയും മിക്സ് ചെയ്ത് ചേർത്താ ഞാൻ പിന്നെ സ്വോത്രം പറഞ്ഞൊക്കെ കഴിക്കുന്നു. എന്താ വെച്ചാൽ അവിടുത്തെ കറിയെല്ലാം വല്ലാത്തൊരു കറി, അത് കാരണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവം അതെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ അതെല്ലാം സ്വോത്രത്തോടെ ഞാൻ ആ ഒരു നേരം ചിലപ്പോ ഒരു നേരവും കഴിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഒരു നേരം കഴിക്കാത്ത ദിവസങ്ങളുണ്ട്. അങ്ങനെ അത് ഇവരറിയാതെ ഇത് ഇവരറിയാതെ ഞാൻ ഇതെല്ലാം കഴിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചെല്ലാം വെക്കും. എന്നിട്ട് പിന്നെ കൊണ്ടുപോയി കളയും. അവസാനം ഇവർക്ക് മനസ്സിലായി ഞാൻ കഴിക്കുന്നില്ല എന്നത്. പിന്നെ ഇവരെന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ 2 ദിവസം ഞാൻ ഇവര് കാണിച്ചാല് ഞാൻ കഴിക്കും. പിന്നെ ഞാൻ വീണ്ടും ഞാൻ ഫാസ്റ്റിംഗ് ഇടും. അങ്ങനെയാ ഞാൻ അവിടെ അത്രയും നാള് ഞാൻ നിൽക്കാനായിട്ട് ദൈവം കൃപ തന്നു. ഒരു ദിവസം കോർട്ടിൽ പോയപ്പോ ഞാൻ തിരിച്ചു വന്ന് കോർട്ടിൽ പോകുമ്പോൾ ഞാൻ എല്ലാം എന്റെ സാധനങ്ങളെല്ലാം ഞാൻ എന്റെ അവിടെ ഉണ്ട് ആ ബാഗിലെല്ലാം ഞാൻ വെച്ചിട്ടാണ് അടച്ചാക്കിയ പോകുന്നത്. തിരിച്ചു വന്നപ്പോ ഞാൻ അറിയുന്നില്ല ഇവര് എന്റെ ടോപ്പ് എടുത്ത് ഇതെല്ലാം എംബ്രോയിഡറി എല്ലാം ആണി വെച്ച് കുത്തി കീറിയിരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവര് റൂമിലെല്ലാവരും ഒറ്റക്കെട്ടാ, ഞാൻ മാത്രം ഒറ്റയ്ക്കുള്ളൂ. ഇവര് ഞാൻ പോയി കടന്നു വന്ന് പിറ്റത്തെ ദിവസം ഞാൻ കുളിച്ചിട്ട് ഈ ഡ്രസ്സ് എടുത്തിട്ട് നോക്കിയപ്പോ 2 സഹോദരിമാരെ അങ്ങോട്ട് മാറി നിന്നിട്ട് എന്തോ ഇങ്ങനെ കുശ് കുശ് എന്നെ നോക്കുന്നുണ്ട്. ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇവരെന്താ, ഇവരെന്നെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്താ ഇവര് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് എന്തോ പറയുന്നതാണ്. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്ന് നോക്കിയപ്പോ എന്റെ ഞാൻ പെട്ടെന്ന് എന്റെ ഉടുപ്പിലേക്ക് നോക്കി, ടോപ്പിലേക്ക് നോക്കിയപ്പോ ആ എംബ്രോയിഡറി എല്ലാം ഇങ്ങനെ മാല പോലെ കിടക്കും. അപ്പോഴും ഞാൻ പറഞ്ഞത്, അപ്പൊ അടുത്തൊരു സഹോദരി ഇരിക്കുന്നത് സഹോദരിയോട് പറഞ്ഞു, ഇത് കണ്ടില്ല ഇത് എന്താന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു, ഇത് ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, വെള്ളത്തിന്റെ പ്രശ്നമാണെങ്കിൽ ഇതേപോലെ ഡ്രസ്സ് എംബ്രോയിഡറി തയ്ച്ചവര് അവരുടെ ഒന്നും ഇത് പോയിട്ടില്ലല്ലോ, പിന്നെന്താ എന്റെ മാത്രം. എന്നാ ആന്റി ഇത് വെള്ളത്തിന്റെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ചൂട് സമയം വന്നപ്പോ ഞാൻ ഇച്ചിരി വെള്ളം രാവിലെയും വൈകിട്ടും നമ്മള് ഈ അവിടെ റൂം നമ്മൾ കിടക്കുന്ന ഭാഗം നമ്മൾ തുടയ്ക്കണം. രാവിലെ, വൈകിട്ട് വേണ്ട, രാവിലെ വേണം.
അപ്പോ വൈകിട്ടും ഞാൻ എന്ത് ചെയ്യും, ചൂട് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അവിടെ എല്ലാം ഞാൻ വെള്ളം കൊടുന്ന് ഒഴിച്ചിട്ട് ഞാൻ ഈ കതകിന്റെ ആ ഭാഗത്ത് കിടക്കുമ്പോ എനിക്ക് ഉം സുഖായത് അടിച്ചങ്ങോട്ട് പുറത്തേക്ക് കളയാൻ. ആദ്യം ഞാൻ കിടന്നിരുന്ന ആ ബാത്റൂമിന്റെ സൈഡിൽ. അപ്പൊ ഈ കുറച്ച് ആള് ആയപ്പോ പിന്നെ ഞാന് എന്താ ചെയ്ത്, ആ ഇത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു. അപ്പൊ ഇവര് തന്നെ എന്നോട് പറഞ്ഞു ചപ്പക്കല്ലിൽ വെള്ളം കൊടുത്തിട്ട് ഒഴിച്ചാൽ നല്ല തണുപ്പായിരിക്കും. ചപ്പക്കല്ലിൽ വെള്ളം ഞാൻ കൊടുന്ന് ഒഴിച്ച് കഴുകും. പിന്നെ ഒരു ദിവസം പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ആഹാരം കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ വെക്കും, ഈ വെള്ളം കൊണ്ടുവന്ന് വെക്കും. ഞാൻ ആഹാരം എടുത്ത് വരുമ്പോഴേക്കും ഇവര് ഈ വെള്ളത്തിലെല്ലാം മഞ്ഞപ്പൊടിയോ എന്തൊക്കെയോ കൊടുന്ന് കലക്കും. കലക്കിയിട്ട് ഞാൻ അറിയാതെ എടുത്ത് ഒഴിക്കാൻ പോകുമ്പോഴേക്കും ഞാൻ കാണുത്. കാണുമ്പോ ഇതെന്താ ഈ കളർ ഇങ്ങനെ ചോദിച്ചു. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇതെല്ലാം പുറത്ത് ഒഴിച്ച് കളഞ്ഞു. പിന്നെ പൈപ്പിൽ നിന്ന് പോയിട്ട് വെള്ളം പിടിക്കും. ഈ ചപ്പക്കല്ലിൽ വെള്ളം അടിക്കാൻ അറിയില്ല. അങ്ങനെ പിന്നെ അവിടുത്തെ ഇച്ചിരി ബുദ്ധിമുട്ടാ അടിക്കാനും. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ ഇത് നോക്കി. നോക്കിയപ്പോ പിന്നെ ഇവരുടെ കയ്യില് മഞ്ഞപ്പൊടി ഉണ്ട്. പിന്നെ ഞാൻ നിർത്തി. ഞാൻ പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് എന്താ ചെയ്ത്, ഇത് അടിച്ച് കഴുകാറ്, അവിടെ ഞാൻ കഴുകി ഇടാറുണ്ട്, ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു ദിവസം ഈ തണുപ്പിൽ തന്നെ ഞാൻ രാത്രി ആകുമ്പോ കിടന്നുറങ്ങുമ്പോ എന്റെ പുതപ്പെല്ലാം പുതച്ചിട്ടുണ്ട് മുഖത്തിൽ കൂടെ. പിന്നെ പെട്ടെന്ന് ഒരു പൂച്ച കടന്നു വന്നിട്ട് എന്റെ തല അങ്ങോട്ട് പിടിച്ച് വലിച്ചു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ പൂച്ച കടന്നു പോകുന്നുണ്ട്. ഞാനോ കാടും എല്ലാം ഉള്ളതാ. പൂച്ച ഈ പാല് കുടിക്കാൻ വേണ്ടി, അവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട്, അതിന്റെ പാല് കുടിക്കാൻ വന്നതാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അനുഭവം ഈ കഥ. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ പൂച്ചയും എല്ലാം കയറി വരും. അങ്ങനെ രണ്ടു പ്രാവശ്യം ഈ ബാത്റൂമിന്റെ ആ സൈഡിൽ പുറത്ത് രണ്ട് നല്ല ഉള്ള കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ. അങ്ങനെ ഒരു ദിവസം എന്നോട് കഴുകാൻ പറഞ്ഞു. വെള്ളമുണ്ട്, ചളിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാ കഴുകാന്ന് വെച്ചു. അപ്പൊ അവിടുത്തെ പുള്ളിക്കാരത്തി തന്നെ ദേഷ്യപ്പെട്ട് വന്നിട്ട് വന്നത് എങ്ങനെ കഴുകാന്നാന്ന്. പിന്നെ വേറൊരു രീതിയുണ്ട്, ആ രീതി പറഞ്ഞ ഒരു തൂമ്പെടുത്ത് കൊണ്ടുവന്നു. തൂമ്പെടുത്ത് കൊണ്ടുവന്നാണ് ഇതുകൊണ്ട് കഴുകാൻ പറഞ്ഞു. എങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കഴുകുന്നു. ഞാൻ പിന്നെ ചൂല് വെച്ച് അടിച്ച് കഴുകിയിട്ടു. പിന്നെ നമുക്ക് അവിടെ തൂത്തുവാരാന് അവിടെ സ്ഥലം തരും. ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി അടിച്ചു വരും. എല്ലാവരും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ദൈവം എന്നെ ഏൽപ്പിച്ച ഇതാ, ഞാൻ എവിടെ ഞാൻ ചെല്ലുന്നു അവിടെ ദൈവം എന്നെ ഏൽപ്പിച്ചത് വിശ്വസത്തോടെ ചെയ്യണം. അതെല്ലാം ഞാൻ ചെയ്യുന്നു. അപ്പൊ അവർക്ക് എന്നോട് ദേഷ്യം. അവരാരും അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ഈ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ ചുറ്റും ഈ വരാന്ത പോലെ ഉണ്ട്. ആ വരാന്തയെല്ലാം നമ്മള് വെള്ളം ഒഴിച്ചിട്ട് കഴുകണം. അവിടെ ഉള്ളവര് എങ്ങനെ നമ്മൾ അടിച്ചു, എന്നും നമ്മൾ അടിക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. എല്ലാം പൊടി നമ്മുടെ ശരീരത്തിലെല്ലാം പിടിക്കും അവിടെ. അത് കാരണം ആ പാസേജിലൊന്നും ഇരിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ അടിച്ചു വരുമ്പോ എന്ത് ചെയ്യും, നന്നായി എല്ലാവരുടെ ഇതും ഞാനൊരു ദിവസം വെള്ളം ഒഴിച്ചാണ്ട് കഴുകി വൃത്തിയാക്കും. അപ്പൊ ഒരു ദിവസം സഹോദരി വന്ന് പറഞ്ഞു ഇത് വീടല്ല, അത് ഇത് ജയിലാണ്. ഞാൻ പറഞ്ഞു ഇത് വീട്, നമ്മൾ തമ്മിലും ഇത് വൃത്തിയായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു. അന്ന് ഷീജ ആ സഹോദരി എന്നോട് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, അപ്പൊ ചൂലെടുത്ത് വന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ കഴുകിക്കോളാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചൂലെടുത്ത് വന്നു. ഇത് വെള്ളം എടുത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് എന്നെ ഏൽപ്പിച്ച് ഞാൻ ചെയ്തോളാം. ഞാൻ എന്നെ സഹായിക്കാൻ വന്നാലും ഞാൻ നിങ്ങളെ സഹായിക്കാനൊന്നും വരില്ല. അതില്ലാതാക്കാൻ വേണ്ടിട്ട് അവള് അടച്ചിടും. റൂം അവര് പൂട്ടും 2 മണിയാകുമ്പോ. അപ്പൊ ഇവിടെ എഴുന്നേറ്റ് വന്നു, നീ ഒറ്റയ്ക്കാണെങ്കിലും നീ സമാധാനത്തിലിരിക്കുന്നു കൊണ്ട് അവളവിടെ എഴുന്നേറ്റ് വന്നു. ദൈവമേ കർത്താവേ, ഞാൻ എന്ത് ചെയ്യാ, പുറത്തേക്ക് പോകാനും നിവൃത്തിയില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇവര് വന്നിട്ട് പറഞ്ഞു ഒരു പാട്ട് പാടാൻ പറഞ്ഞു.
എനിക്ക് പാട്ടും വരുന്നില്ല, പാട്ട് പാടാനായിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, നിത്യതയിലായി യേശുവിനാന്നുള്ള പാട്ട് 2 വരി പാടി. എന്നിട്ട് പിന്നെ അവരോട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞിരിക്കുമ്പോ അവര് പറഞ്ഞു, ചിലര് കേട്ടു. മറ്റേ ആദ്യം എഴുന്നേറ്റ് വന്ന പുള്ളി പറഞ്ഞു, ഞാൻ എന്റെ വിളിക്കുന്ന ദൈവത്തെ തന്നെ എന്നെ വിളിക്കുള്ളൂ എന്ന്. അവള് അങ്ങോട്ട് പിന്മാറിപ്പോയി. പിന്നെ അവള് 2-മത്തെ പ്രാവശ്യം വന്നതാ ജയിലിൽ. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അവള് 3-മത്തെ ദിവസം അവള് ജാമ്യം കിട്ടിപ്പോയി. ഇത് വന്നിട്ട് 3-മത്തെ ദിവസം ഇപ്പോൾ എന്ത് ചെയ്ത്, അവിടുത്തെ ദീദിമാരായിട്ട് വഴക്കുണ്ടായി. പിന്നെ അവളെ ജാമ്യം കിട്ടിയത് അതിന്റെ ഇടയ്ക്ക് എന്നെ വന്നിട്ട്, എനിക്ക് പിന്നെ ഒന്നിനും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. ആഹ് എന്റെ സമാധാനം, ഉള്ള സമാധാനം ഇല്ലാതെയ പോലെ, എനിക്ക് വല്ലാത്തൊരു മന്ദത പിടിച്ച പോലെ. ഞാൻ പിന്നെ എന്ത് ചെയ്തു, പിറ്റേ ദിവസം ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ച് അതൊന്നും ചെയ്യെടുത്തു. അവള് പിന്നെ ഞാൻ വരുന്നവരെ പുറത്തിറങ്ങിയില്ലായിരുന്നു. പിന്നെ അവള് ഇറങ്ങി. പിന്നെ ഞാൻ കണ്ടു, കോടതിയിൽ ഞാൻ ഇന്നപ്പോ അവള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അപ്പൊ അവരേക്ക് തന്നെ സൂചിയും നൂലും ഇത് ആര് ചെയ്തതായാലും എന്നോട് ക്ഷമ പറയണം. പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്ന ക്ഷമ പറയണം. അല്ലെങ്കിൽ ജാമ്യം കിട്ടി പോവാതെ വണ്ണം എന്തെങ്കിലും തന്ത്രമന്ത്ര ശക്തികൾ അതിലുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിച്ച് ബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് തുന്നി കുത്തുക. എന്നാ ഞാനിത് തുന്നി കുത്തുന്നവരെല്ലാവരും നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ആരും ഒന്നും ചോദിക്കുന്നുമില്ല. പിന്നെ ഞാൻ എന്റെ അത് ബാഗിൽ വെച്ച്, പിന്നെ ഞാനത് ഇതൊന്നും ചെയ്തില്ല. പിന്നെ ഇവര് വേറെ വലിയ ജില്ലയിൽ നിന്ന് വന്നവരായിരുന്നു. അവരുടെ ജയില് വെള്ളപ്പൊക്കം വന്നിട്ട് പൊളിഞ്ഞ് അങ്ങനെ വന്നവരായിരുന്നു. അപ്പൊ അവര് അവരതിന് പിന്നെ അവിടെ 4 പേരെ അങ്ങോട്ട് കൊണ്ടുപോയി. ബാക്കി 3 പേര് ഇവിടെ ഉണ്ട്. ആ 4 പേര് പോണ നേരത്ത് അവര് 3-മത്തെ ആ ഗേറ്റ് കടക്കുമ്പോ അവര് പറഞ്ഞു, തിരിച്ചു എന്റെ അടുത്തേക്ക്. അപ്പൊ ഞങ്ങളുടെ റൂമിൽ നിന്നായി കാരണം ഞങ്ങൾ അവിടെ പോയി, അവര് പോകുന്ന കാരണം അവിടെ പോയി ചെന്ന് നിന്നു. അപ്പൊ അവര് തിരിച്ചു വന്നിട്ട് കടക്കണേക്ക് മുന്നേ എന്റെ അടുത്തേക്ക് വന്നു. ഷീജ, ഞാന് ഷീജയോട് ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും എന്നോട് മാപ്പ് തരണട്ടാണ്. ഞാൻ പറഞ്ഞു സാരമില്ല. അങ്ങനെ അവരങ്ങനെ പോയി. ആ അതുപോലെ തന്നെ അവിടെ രോഗം വന്നിട്ട് ഞാൻ കുളിക്കുന്നിടത്ത് വന്ന് പ്രാർത്ഥിച്ചവര്, ഉം, അതുപോലെ ഏഹ്, ആഹ്, എനിക്ക് വിരോധമായിട്ട് നിന്നവര്, ഞാൻ എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നാലെ വന്ന് എന്താ എടുക്കാൻ വേണ്ടി വന്നവര്, അവരുടെ അസുഖം വന്നപ്പോ അവരൊക്കെ ചെന്ന് ഒരുമിച്ച് അവിടെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ച് നമ്മള് ഒറ്റയ്ക്ക് വന്നിരിക്കും എടുത്തിട്ടുണ്ട് അതിന് ഇരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു അവള് എന്തെങ്കിലും സങ്കടം ഉണ്ടാവും അതിന് വന്നിരിക്കാന്ന് ചിന്തിച്ചു. പിന്നെ അതൊക്കെ ഞാൻ ഇങ്ങനെ കാണുകയും ചെയ്തു. അപ്പൊ ഞാൻ ചിന്തിച്ചു, അപ്പൊ ഇവരൊക്കെ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് സുഖമില്ല, ഞാൻ ഡോക്ടറെ കാണിച്ചു, ബ്ലഡ് ചെക്ക് ചെയ്തു, അതിലൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്കിപ്പോ സുഖമില്ല, ഷീജ പ്രാർത്ഥിച്ച എന്റെ അസുഖം മാറി. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് ദൈവ സൗഖ്യം കൊടുത്തു. അതുപോലെ ഞാൻ സുവിശേഷം പറഞ്ഞ ഒരു സഹോദരി എനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജാമ്യം കിട്ടി അവള് പോകുമ്പോ എന്നോടൊന്നും മിണ്ടിയൊന്നും ഇല്ല. അവള് അവളുടെ ദൈവത്തെ പുകഴ്ത്തി അവള് പോയി. പക്ഷെ എനിക്കൊന്നും അറിയായിരുന്നു, ഞാൻ അവളോട് സുവിശേഷം പറയുമ്പോ അവളന്ന് സുവിശേഷം പറയുമ്പോ എല്ലാം ശ്രദ്ധിച്ച് കേട്ടതൊക്കെയാ. ആ സമയത്ത് എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. അവള് ഇവിടുന്ന് പോയാലും അവള് യേശുവിനെ അറിയുന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതുപോലെ കുറച്ചു പേരോടൊക്കെ സുവിശേഷം അറിയിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഈ ഈസ്റ്ററിന്റെ സമയത്ത് ദുഃഖവെള്ളിയുടെ സമയത്തൊക്കെ ഞാൻ ഉപവസിച്ചു. അന്ന് ഫുള്ളായിട്ട് ഉപവസിച്ചു. അത് നമ്മുടെ ഒരു ഈസ്റ്റർ ആണെന്ന് അവര് തന്നെ നമ്മളോട് പറഞ്ഞ്, ഷീജയുടെ തിഹാറില് വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അവിടുത്തെ വാർഡനും എല്ലാം പറഞ്ഞപ്പോ ഞാൻ അന്ന് ഉപവസിച്ചു. അങ്ങനെ അന്ന് ആ വാർഡനോടും അവിടുത്തെ ഒരു ടീച്ചർ അവിടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുമായിരുന്നു, വേറൊരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പൊ ആ സഹോദരി
എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് അത്ര പറയാൻ അറിയില്ലെങ്കിൽ ആ സഹോദരി കൂടെ നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് അവരോട് സുവിശേഷം പറയാനിടയായി. അതുപോലെ തന്നെ ഈ ദീദിമാര് തന്നെ രണ്ടുപേര് എന്നോട് ചോദിച്ചു ഷീജയുടെ ദൈവത്തെ കുറിച്ച് പറയാന്ന്. ചെറിയ ചെറിയ വാചകങ്ങളില് ഉൽപ്പത്തിയില് എന്തൊക്കെയാ ആ ഉൽപ്പത്തി തൊട്ട് ഞാൻ കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞ് അവരോട് ഞാൻ സുവിശേഷം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ ബൈബിള് വായിക്കണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് പിന്നെ ഞാൻ തിരിച്ച് ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയവര് ഞാൻ തിരിച്ച് പോരുന്ന സമയത്ത് അവരായിരുന്നു അവിടെ ഡ്യൂട്ടിക്കായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഷീജ, ആ വാർഡനും പറഞ്ഞു ഈ ബൈരക്കിലെ ഏറ്റവും നല്ല വ്യക്തി ഷീജയായിരുന്നു. അപ്പൊ അവര് നല്ല സാക്ഷ്യം പറഞ്ഞു. പിന്നെ അവിടെയുള്ള അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ മരമൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു മരമൊക്കെ ഉണ്ട് അവിടെ. ആ മരത്തിന്റെ ചോട്ടില് പൂജയും കാര്യങ്ങളും, അതുപോലെ തന്നെ അകത്തിരുന്ന് ഓരോ ബിംബം വെച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒത്തിരി നമ്മുടെ കാക്കല് വന്നിട്ട് എല്ലാം ബാത്റൂമിലേക്കാന്ന് വരും, 2-3 പേരായിട്ട് വരും. നമ്മൾ ഉറങ്ങിക്കിടക്കുകയല്ലേ, ഉറക്കമില്ല. പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ ചിലപ്പോ ദൈവം എന്നെ ഉണർത്തിപ്പിക്കും. ഇരുന്ന് പ്രാർത്ഥിക്കാനും അതിനൊക്കെ ദൈവം സഹായിച്ചു. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിന്റെ കൃപയാല് ദൈവം അവിടെ നിർത്തി. അത് മാത്രം പറയാനുള്ളൂ. പിന്നെ അവിടെ നിന്ന് ജാമ്യം കിട്ടിയത് ഇതുവരെ ദൈവം ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളുടെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജാമ്യക്കാരുടെ എല്ലാം തീർന്നു. ഇനി ഞങ്ങളോടാണ് ഇനി ചോദിക്കുക. നിങ്ങള് നല്ല രീതിയില് അവിടെ ദൈവത്തിന്റെ ഒരു ഗൈഡൻസ് ഉണ്ടാകുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ കുടുംബത്തിൽ ആരും വിശ്വാസത്തിലില്ല. അമ്മ ഈ അവിടെ സുഖമില്ലാതെ കിടക്കുമ്പോ ഞാൻ വചനം പറഞ്ഞ് അമ്മ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. അമ്മ മരിക്കുന്നതിന് മുന്നേ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്ന സമയത്ത് മാത്രമുള്ള ആ പ്രാർത്ഥിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയും. പിന്നെ അമ്മയും പെട്ടെന്ന് മരിച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ മരിച്ചത്. പിന്നെ എൻ്റെ മൂത്ത ആങ്ങളെ ഞാൻ ഇവിടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു. പെട്ടെന്ന് ഉള്ള മരണമായിരുന്നു. ന്യൂമോണിയ ആയിരുന്നു, അറിഞ്ഞില്ല. നല്ല കുടിയായിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത ആങ്ങളെ മരിച്ചു. ഇപ്പൊ മൂത്ത ആങ്ങളെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് വേറെ താമസിക്കുന്നു. എൻ്റെ ഇളയ ആങ്ങള കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവന്റെ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടിലും അവനും ഇവിടെ തനിയാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട്. അവൻ യേശുവിനെ അറിയണം. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും യേശുവിനെ അറിയണം. ആരും ഇതുവരെ വിശ്വാസത്തിലില്ല. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പ്രാർത്ഥിക്കാൻ പറയും, പ്രാർത്ഥിക്കും, അങ്ങനെയുള്ളൂ. പിന്നെ വീട്ടിൽ ചെന്ന് നിൽക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇല്ല. ആങ്ങളെയാണെങ്കിൽ മുഴുകുടിയന. അവനാണെങ്കിൽ ഈ അമ്പലത്തിന്റെ ഒരു പണിയിലും ആണ് ചെന്ന് കൂടിയിരിക്കുന്നത്. അപ്പൊ ദൈവം അവനെ എവിടെയായിരുന്നാലും ദൈവം കണ്ട ദൈവത്തിന് ഒരു നിമിഷം മതി അവരൊക്കെ വിടുവിക്കാൻ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും സമയം സാക്ഷ്യം പറയാൻ അനുവദിച്ച അങ്ങനായി ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും പിന്നെ തോമസ് ആന്റിക്കും നന്ദി. കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞ് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ അല്പം നെറ്റിന്റെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും കുറെ ഭാഗങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. കുറെ ഭാഗങ്ങൾ കട്ടായി പോയി. സൗണ്ട് കേൾക്കാൻ പാടില്ലായിരുന്നു. കുറച്ച് ഭാഗങ്ങൾ ക്ലിയർ അല്ലായിരുന്നു. എങ്കിലും കുറെ ഭാഗങ്ങളൊക്കെ കേൾക്കാൻ ദൈവം ഇടയാക്കി. നന്ദി പറയുന്നു. ഷീജ സിസ്റ്ററുടെ അനുഭവങ്ങൾ, ജയിലിൽ വാസത്തിൽ ദൈവം കൂടെ ഇരുന്ന വിധങ്ങൾ, പത്രോസും പൗലോസും ഒക്കെ ജയിലിൽ കിടന്നപ്പോൾ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വിടുവിച്ച ദൈവം അനേകായിരങ്ങളുടെ പ്രാർത്ഥനയാൽ കർത്താവിന്റെ ദാസനെയും ദാസിയെയും ജയിൽ വിമുക്തരാക്കുവാൻ ദൈവം ഇടയാക്കി. ഇപ്പോൾ അവരുടെ പല കാര്യങ്ങളും ക്രമീകരണത്തിൽ കൊണ്ടുവന്ന് ഇനിയിപ്പോ ഇവരെ മാത്രമേ ഉള്ളൂ വിസ്തരിക്കുവാൻ. ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം ക്രമപ്പെടുത്തി. എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക.
കർത്താവ് അവരെ ആക്കുന്ന സ്ഥാനത്ത് ദൈവഹിത പ്രകാരമുള്ള ശുശ്രൂഷ ചെയ്തെടുപ്പാൻ ദൈവം ഇടയാക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മാൽ ആവോളം ചെയ്യുവാൻ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ദാരിദ്ര്യമോ നിന്ദയോ പ്രതികൂലങ്ങളോ എന്ത് വന്നാലും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ചിലവഴിക്കപ്പെടണം. ആമേൻ. കർത്താവിന്റെ ദാസിയെ, കുടുംബത്തെ വിളിച്ച് വേർതിരിച്ചു. ചെറുപ്രായം തൊട്ട് ആമേൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ തന്റെ ദാസി കർത്താവിനെ അറിഞ്ഞു വന്നുവെങ്കിൽ അതിന്റെ നടുവിലും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ. ദൈവ മുഖാന്തരങ്ങളെ ഒരുക്കിയല്ലോ. കർത്താവിന്റെ ദാസിക്ക് കുടുംബ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് കർത്താവ് ശക്തമായ കരങ്ങൾ വഹിക്കട്ടെ. സഹോദര കുടുംബങ്ങളെ, ആമേൻ, പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികളെ എല്ലാം ദൈവാത്മാവ് വിളിച്ചു വേർതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം തന്റെ ദാസിയെ നമ്മുടെ നടുവിലേക്ക് അയച്ച് അനുഗ്രഹീതമായ സാക്ഷ്യം കൽപ്പിക്കുവാൻ ഇടയാക്കിയല്ലോ. കർത്താവിന്റെ ദാസിക്ക് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമുക്ക് ദൈവം അനുവദിച്ചാൽ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.